നമസ്കാരം. നമ്മുടെ ചാനലുകളും പത്രങ്ങളുമൊക്കെ ഏറ്റവും വലിയ സംഭവമായി ആഘോഷിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പെൺവേട്ട. വലിയ ആഘോഷത്തിലാണ് നമ്മൾ. മാധ്യമങ്ങളെ കുറ്റം പറയാൻ ഒരു പരിധിവരെ കഴിയില്ല. ജനങ്ങൾക്കിത് അറിയാനും കേൾക്കാനും താല്പര്യമുള്ളതുകൊണ്ടാണ് മാധ്യമങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. എന്നാൽ മാധ്യമങ്ങൾക്കുള്ള, പ്രത്യേകിച്ച് ചാനലുകൾക്കുള്ള ആവേശം ജനങ്ങൾക്കുണ്ടോ? ജനങ്ങൾ ഇതൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഒരു മഹാ കുഴപ്പക്കാരനായി, പെൺവേട്ടക്കാരനായി, പൊതുപ്രവർത്തനത്തിന് യാതൊരു യോഗ്യതയുമില്ലാത്ത ആളായി ആണോ ജനങ്ങൾ കരുതുന്നത്? ഇക്കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചെറിയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഈ വിവാദമുണ്ടായതിനു ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിട്ട ആദ്യത്തെ പോസ്റ്റാണ്. ബീഹാറിലെ ജനാധികാര യാത്രയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധി ഒരു ബുള്ളറ്റിൽ മുമ്പിൽ പോകുന്ന മനോഹരമായൊരു ചിത്രമാണ്. ആ ചിത്രത്തിനോടൊപ്പം അദ്ദേഹം ഇങ്ങനെ ഇട്ടു: പരിഹസിച്ചു, കുറ്റപ്പെടുത്തി, സംഘടിതമായി അയാളെ ആക്രമിച്ചു, വീഴ്ത്താൻ ശ്രമിച്ചു, സ്തുതി പാടിയവർ വിമർശകരായി, കുത്തിയിട്ടും പരിഭവങ്ങളില്ലാതെ അയാൾ പോരാടുന്നു. കാരണം അയാൾക്ക് ഈ പ്രസ്ഥാനമാണ് വലുത്, പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസ്സുകാരനാണ് രാഹുൽ ഗാന്ധി. ഇതാണ് ആ പോസ്റ്റ്. ആ പോസ്റ്റിലെ രാഹുൽ ഗാന്ധിയുടെ ചിത്രവും രാഹുൽ ഗാന്ധിയുടെ പേരും മാറ്റിയാൽ തന്നെക്കുറിച്ച് തന്നെയുള്ള പോസ്റ്റാണെന്നത് വ്യാഖ്യാനിക്കാം. അതിൻ്റെ പേരിൽ ചിലർ വിമർശനമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. പെണ്ണ് കേസിൽപ്പെട്ട ഒരാൾ രാഹുൽ ഗാന്ധിയെ പിടിച്ചെന്തിനിട്ടു എന്ന് ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പോസ്റ്റ് ഞാൻ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ, അതായത് 17 മണിക്കൂർ കഴിഞ്ഞ് ഈ പോസ്റ്റ് എടുത്ത് പരിശോധിക്കുമ്പോൾ, ഈ പോസ്റ്റിൽ 70,800 പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. 70,800 പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ 53,200 പേരും ലൈക്ക് ചെയ്തിരിക്കുന്നു. 11,500 പേർ തമാശയായിട്ട് ചിരിച്ചിട്ടുണ്ട്. 5,600 പേർ ലവ് ചിഹ്നമിട്ടാണ് അതിനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ബാക്കി ആശ്ചര്യമടക്കമുള്ള ഇതുകൊണ്ട് 2,200 ഷെയർ ഉണ്ട്. ആയിരക്കണക്കിന് കമൻറ്റുകളുണ്ട്. ഈ കമൻറ്റുകളുടെയൊക്കെ ഭൂരിപക്ഷം നോക്കിയാൽ രാഹുലിനെ പിന്തുണയ്ക്കുന്ന ഒരു രീതി കാണുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചാനലുകളുടെ ആവേശം ജനങ്ങൾക്കില്ല എന്ന് തന്നെയല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിലിന് പെണ്ണുങ്ങളുമായി ബന്ധമുണ്ടെങ്കിൽ, അത് നിരവധി പെൺകുട്ടികളോട് ബന്ധമുണ്ടെങ്കിൽ, അവർക്ക് പരാതിയില്ലാത്തിടത്തോളം കാലം എന്തിനാണ് ചാനലുകൾ കിടന്ന് ബഹളം വയ്ക്കുന്നതെന്ന് ചോദ്യമാണ് പലരും ഉയർത്തുന്നത്. നിരവധി പെൺകുട്ടികളോട് അയാൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിൽ വാർത്ത പുറത്തു വരുന്നു. ആ വാർത്തയിൽ ഒരു പെൺകുട്ടി പോലും അയാൾക്കെതിരെ പരാതിപ്പെട്ടിട്ടില്ല. അയാളുമായുള്ള ബന്ധം ആ പെൺകുട്ടികൾ ആഘോഷിച്ചെങ്കിൽ, അനുഭവിച്ചെങ്കിൽ പിന്നെ ആർക്കാണ് പരാതി? അയാൾക്കെതിരെ രംഗത്ത് വന്ന ഒരേ ഒരാൾ റിനി എന്ന് പറയുന്ന ഒരു അവതാരികയും നടിയുമാണ്. അവരോട് അയാൾ മോശമായി പെരുമാറിയിട്ടില്ല എന്നവർ പറയുന്നുണ്ട്. പിന്നെ ഒരാൾ ഹണി ഭാസ്കരൻ എന്ന് പറയുന്ന ഒരു ഇടത് കമ്പനി എഴുത്തുകാരിയാണ്. അവരും കേട്ടുകേൾവി മാത്രമാണ് പറയുന്നത്. പിന്നെയുള്ളതെല്ലാം എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞ് മറ്റുള്ളവർ എഴുതുന്നതാണ്. ആരും അനുഭവസ്ഥർ രംഗത്ത് വരുന്നില്ല. അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി ചിന്തിക്കുന്നവരുടെ എണ്ണമാണ് ഇപ്പോൾ കൂടുതൽ എന്നതാണ് വാസ്തവം. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ധാരാളം വന്നുകൊണ്ടിരിക്കുന്നു. ശ്രീദേവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പോസ്റ്റ് അവരിങ്ങനെയാണ്: അയാൾ പെണ്ണുപിടിയാനാവാം. ആ പേഴ്സണൽ സ്പേസിൽ ചെന്ന് കമിഴ്ന്നടിച്ച് വീണവരോട്, അതിനുള്ള അവസരം കൊടുത്തവരോട് അയാൾ തനി നിറം കാണിച്ചു. ഉഭയസമ്മതപ്രകാരമുള്ള ചാറ്റിങ്ങും ബന്ധങ്ങളും. അയാൾ നാളത്തെ മഹാസംഭവമാകുമെന്ന് പുളകം കൊണ്ട് സ്വയം സമർപ്പിച്ച് സായൂജ്യമടഞ്ഞവർ മാത്രമായിരുന്നു അയാളുടെ ഇരകൾ. അത് എന്നെപ്പോലുള്ളവരെ സൂചിപ്പിച്ചു. ഇയാൾ മഹാസംഭവമാണ്, നാളെ മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ പറഞ്ഞവർക്ക് നിരാശയുണ്ടായി. തീർച്ചയായും എനിക്ക് വലിയ നിരാശയുണ്ടായി. അവർ മാത്രമാണ് ഇരകൾ. അല്ലാതെ അയാളുടെ അടുത്ത് പോയി ലൈംഗിക സായൂജ്യമടഞ്ഞവർ, അതിനെ എതിർക്കാതിരുന്നവർ ഇപ്പോൾ പറയുന്നതിൽ അർത്ഥമില്ല. 3.5 വർഷം പഴക്കമുള്ള ഇരവാദികൾ ഇതുവരെ കോമയിലായിരുന്നോ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഇവരെ ആരെയും കണ്ടില്ല. ചോദ്യം പ്രസക്തമാണ്. 3.5 വർഷം മുമ്പത്തെ വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്, ഇപ്പോഴത്തെ അല്ല. രാഹുൽ MLA ആയതിനു ശേഷം പീഡിപ്പിച്ചെന്നോ ഗർഭിണിയാക്കിയെന്നൊന്നും ആരും പറയുന്നില്ല. രാഹുലിൻ്റെ ചാറ്റ് എന്ന് പറഞ്ഞ് എന്നത്തെയാണെന്ന് ആരും പറയുന്നില്ല. അവരൊക്കെ എവിടെയായിരുന്നു? വർഷങ്ങൾക്ക് മുൻപ് ഇതേ പ്രസ്ഥാനത്തിലെ മലപ്പുറത്തെ നേതാവിനെതിരെ ഒരു കുഞ്ഞിനെ ഒക്കത്തേറി തെളിവോടെ ഒരു യുവതിയും ഐസ്ക്രീം കഴിച്ച് മറ്റ് കേസുകളും വന്നപ്പോൾ പോലും ഉണ്ടാവാത്ത ഒരു കൊടുങ്കാറ്റ് ഓർക്കണം. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ വന്ന ആ വലിയ കൊടുങ്കാറ്റുണ്ട്. അത് വലിയ അന്വേഷണമാവുകയും പിന്നീട് അനേകം തെളിവുകൾ പുറത്തു വരികയും ചെയ്തിട്ട് ഒരു കുഴപ്പവും കുഞ്ഞാലിക്കുട്ടിക്ക് സംഭവിച്ചില്ല. പെണ്ണും രാഷ്ട്രീയവും തമ്മിലുള്ള ചീഞ്ഞ കളികൾ വർഷങ്ങളായി എല്ലാ പ്രസ്ഥാനങ്ങളും ഉപയോഗിക്കുന്ന കരുക്കളാണ്. വാരിക്കുഴി ഒരുക്കി വീഴിച്ച വേഗം മണ്ണിട്ട് മൂടാൻ തിരക്ക് കൂട്ടുന്നവർ മർത്യന് കൈപ്പിഴ ജന്മസിദ്ധം എന്ന വാക്യം പോലും ഓർക്കുന്നില്ല. അയാളൊരു മനുഷ്യനാണ്. ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് തൻ്റെ വ്യക്തി ജീവിതവും സമരമുഖങ്ങളിൽ ജ്വലിച്ചു നേടിയ രാഷ്ട്രീയ ജീവിതവും ഒരു ദിവസം കൊണ്ട് കൺമുമ്പിൽ തകർന്നു വീണു പോയവൻ.
കൂടെയുള്ളവർ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി തള്ളിപ്പറഞ്ഞവൻ. ഈ ദിവസങ്ങൾ അയാളുടെ ജീവിതത്തിലെ കറുത്ത ദിനങ്ങളാണ്. വീടും സമൂഹവും പ്രസ്ഥാനവും കൈവിട്ട് ഒരു പഴംതുണി പോലെ അയാളിലേക്ക് ചുരുണ്ടുപോയ ദിവസങ്ങൾ. എന്നാലും നിയമപരമായി പരാതിക്കാർ വരാത്തിടത്തോളം അയാൾ ആരോപണ വിധേയൻ മാത്രമായി മാറും. കേരള രാഷ്ട്രീയത്തിലെ ഓരോ ഇലക്ഷന് മുൻപും ഉണ്ടാവുന്ന ഈ യക്ഷിബാധകളെ തളയ്ക്കാൻ എന്താണിക്ക് പറ്റും ആവോ? സുപ്രധാനമായ ചോദ്യമാണ്. ഓരോ തെരഞ്ഞെടുപ്പ് സമയത്തും ഓരോ പെൺവിഷയം കേരളത്തിൽ ചർച്ചയാവും. വീണ്ടും ഞാൻ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചുകൊണ്ടല്ല, പക്ഷെ അതിൻ്റെ ധാർമ്മികത, അതിൻ്റെ പാറ്റേൺ പരിശോധിക്കേണ്ടതാണ്. അഞ്ജു പാർവതി പ്രബീഷ് സംഘപരിവാർ സാഹിത്യകാരിയാണ്. അവർ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ തന്നെ പോസ്റ്റ് ഇട്ടിരുന്നു. പക്ഷെ അവർ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ട് എന്നെ അത്ഭുതപ്പെടുത്തി. വാസവദത്തയോട് ചാരിത്ര പ്രസംഗം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മരമുറി ചാനൽ കഴിഞ്ഞ 3 ദിവസമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവിഹിത എഞ്ചിനിലേക്ക് ഒന്ന് നോക്കിയാൽ മതി. കുറേ വോയിസ് ക്ലിപ്പുകളും ചാറ്റ് സ്ക്രീൻഷോട്ടുകളും എടുത്ത് വീശി അവർ സ്ത്രീ സുരക്ഷയുടെ സൈറൻ മുഴക്കുന്നു. ബ്ലോക്ക് ബട്ടൺ ഓപ്ഷൻ എന്തെന്നറിയാത്ത ഏതൊക്കെയോ കുറേ സ്ത്രീകളുടെ മാനാഭിമാനങ്ങൾക്ക് വേണ്ടി ഉച്ചത്തിൽ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നു. അതിന് എന്തു ധാർമ്മികതയാണ് ഈ ചാനലിനുള്ളത്? ഇതിലേറ്റവും പ്രധാനമായ ചോദ്യമാണ്. തുടർച്ചയായി ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ബ്ലോക്ക് ചെയ്തില്ലേ? പലപ്പോഴും എൻ്റെ അടുത്തേക്ക് അനാരോഗ്യകരമായ ചാറ്റുമായി ചിലർ വരാറുണ്ട്. ആ സെക്കൻഡ് ഞാൻ ബ്ലോക്ക് ചെയ്യും. നമ്മളെന്തിനാണ് അവർ സമയം കളയുന്നത്? കേവലം 6 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന വണ്ടിപ്പെരിയാറിലെ പൊടിക്കുഞ്ഞ് തൂങ്ങി നിന്നാടിയത് ഒരു കാമപിശാചിൻ്റെ മനോവൈകൃതം കൊണ്ടായിരുന്നു. 3 വയസ്സ് മുതൽ ബിസ്ക്കറ്റ് കൊടുത്ത് ആ പൊടിക്കുഞ്ഞിനെ വശത്താക്കി അതിൻ്റെ ഇളം മേനി കൊത്തിപ്പറിച്ച കഴുകൻ അർജുൻ ഒടുക്കം അതിനെ കൊന്ന് കെട്ടിത്തൂക്കി. അർജുൻ എന്ന റീസൈക്കിൾ കേരളയുടെ ഭാഗമായ സഖാവിനെ ആരും മറന്നിട്ടില്ല. രാഷ്ട്രീയ ഇടപെടൽ കൊണ്ട് ഒടുക്കം കൃത്യമായ തെളിവുകൾ നിരത്താതെ വെറും പേരിന് മാത്രമുള്ള ഒരു പോക്സോ കേസിൽ അത് കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു. ഒടുക്കം ഡിസംബർ 2023 അവനെ കോടതി വെറുതെ വിട്ടു. ഇപ്പോൾ വീണ്ടും ആ കേസ് ഓപ്പൺ ചെയ്തു എന്നറിയുന്നു. ആദ്യമായി ഒരു ബാലപീഡകനെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ എടുപ്പിക്കാൻ, അവനെ വെളുപ്പിക്കാൻ തക്ക തൊലിക്കട്ടി ഒരു ചാനലിനും ജേർണലിസ്റ്റിനും ഉണ്ടായതിന് ചിത്രമാണ് മുകളിൽ. വെറും 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഇല്ലാതാക്കിയ, എട്ടും പൊട്ടും തിരിയാത്ത 3 വയസ്സ് മാത്രമുള്ള കുഞ്ഞിനെ തുടർച്ചയായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരുത്തൻ്റെ ഇന്റർവ്യൂ എടുക്കാൻ ഉളുപ്പ് തോന്നാത്ത ചാനലാണ് ഇപ്പോൾ കുറച്ച് വോയിസ് ക്ലിപ്പും എടുത്ത് വീശി സദാചാരത്തിന്റെ സ്റ്റഡി ക്ലാസ് നടത്തുന്നത്. എന്നാണ് അഞ്ജു പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലെന്ന രാഷ്ട്രീയ നേതാവിന്റെ കോഴിത്തരം എന്തായാലും മുകളിൽ കണ്ടതുപോലെ നികൃഷ്ടമല്ല. അയാൾ ആരുടെ വീട്ടിലും കടന്നു ചെന്ന് റേപ്പ് ചെയ്തിട്ടില്ല. പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ വേട്ടയാടിയിട്ടില്ല. ഒരു ചൂണ്ടയിട്ട് നോക്കി അതിൽ ആരെങ്കിലും കൊത്തിയാൽ കിട്ടി, അല്ലെങ്കിൽ ചട്ടി എന്ന രീതിയിലാണ് ചെയ്തത്. പെണ്ണ് തന്നെ വേണ്ട വിധം കൈകാര്യം ചെയ്താൽ തീരുന്ന ടൈപ്പ് ഞരമ്പിസം. അതിനെ അയാൾ സ്വന്തം പ്രസ്ഥാനം, പദവി എന്നിവ കരുവാക്കി എന്നത് തെറ്റ്. 18 വയസ്സ് കഴിഞ്ഞ ആണിനും പെണ്ണിനും ഉഭയകക്ഷി സമ്മതത്തോടെ ബന്ധപ്പെടാൻ റൈറ്റ് ഉണ്ടെന്നിരിക്കെ അയാളും മറ്റൊരു സ്ത്രീയും തമ്മിലുണ്ടായ ലൈംഗിക ബന്ധത്തെ ഇനി ഒരുപാട് സ്ത്രീകളുമായി അയാൾ ബന്ധപ്പെട്ടു എന്ന് തന്നെ ഇരിക്കട്ടെ, അതൊക്കെ ബലാത്സംഗമാണെങ്കിൽ അല്ലേ ക്രൈം ആവുള്ളൂ. പിന്നെ ഗർഭചിത്രം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിൽ അപ്പുറത്തെ വശത്ത് നിന്ന് ശബ്ദ സാന്നിധ്യമല്ലാത്ത ബോഡി പ്രസൻസ് ഇല്ലെന്നിരിക്കെ അവർ നിയമപരമായി മുന്നോട്ട് പോവാതിരിക്കുവോളം അത് അവർ 2 പേരുടെ മാത്രം സ്വകാര്യതയല്ലേ? സോഷ്യൽ മീഡിയയിലാവട്ടെ മൊബൈലിലാവട്ടെ അനാവശ്യ ചാറ്റും കോളുകളും തടയാൻ ഫോണിൽ തന്നെ സംവിധാനമുണ്ട്. എന്നിട്ടും ഉപയോഗിച്ചില്ല എന്ന് വരുമ്പോൾ പുരുഷൻ മാത്രം വില്ലനാവുമോ? അത് മാത്രമല്ല, 2 പേർ തമ്മിൽ റിലേഷൻഷിപ്പ്, അത് പ്രണയമോ സൗഹൃദമോ എന്തുമാവട്ടെ, അതിൽ വിശ്വാസവഞ്ചന നടത്തി എന്നതിന് തെളിവാണല്ലോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിടൽ. അപ്പോൾ അതിൽ എന്ത് ധാർമ്മിക ശുദ്ധിയാണുള്ളത്? ഇവിടെ ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. 2 പേർ തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാഗമായി കുഞ്ഞുണ്ടായി എന്ന് കരുതുക. അപ്പോൾ തീരുമാനമെടുക്കേണ്ടത് 2 പേരും ഒരുമിച്ച് ഒരുപോലെയല്ലേ? അല്ലാതെ 2 പേരും ഒരുമിച്ച് കുഞ്ഞിനെ വളർത്താൻ തീരുമാനിക്കാം, അല്ലെങ്കിൽ കുഞ്ഞിനെ നശിപ്പിക്കാൻ തീരുമാനിക്കാം. ആ ധാരണ തെറ്റിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ പുറത്ത് കയറുന്നത് എന്തിനെ എന്ന ചോദ്യവും പ്രസക്തമാണ്. ഇത് ഒരുത്തനെയും വെളുപ്പിക്കാനുള്ള പോസ്റ്റല്ല. തെറ്റ് ചെയ്തവൻ വെള്ളം കുടിക്കണം, കുടിക്കട്ടെ ലിറ്റർ കണക്കിന്. അത് കേവലം ഒരുത്തൻ മാത്രമല്ല, കുടിക്കുമ്പോൾ എല്ലാവരും കുടിക്കണം. കലോത്സവം റിപ്പോർട്ട് ചെയ്യാൻ പോയിട്ട് കൊച്ചു പിള്ളേരെ നോക്കി വെള്ളമിറക്കിയവരും ആ കൊതി കണ്ട് സ്റ്റുഡിയോ ഫ്ലോറിൽ നിന്ന് ആവേശം പകർന്നവരുമൊക്കെ തെമ്മാടികൾ തന്നെയാണ്. സ്വന്തം ഉമ്മറത്ത് കിടക്കുന്ന അപ്പിയിൽ ചവിട്ടാതെ അപ്പുറത്ത് പറമ്പിൽ കിടക്കുന്ന കാക്കക്കാട്ടം കണ്ട് അയ്യേ എന്ന് വിളിക്കുന്ന ഓരോരുത്തന്മാരോടും പുച്ഛം മാത്രം. ഈ വിഷയത്തിലെ ഏറ്റവും ശക്തമായ ഒരു കുറിപ്പായി ഇതിനെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിക്കാനല്ല, നേരെ മറിച്ച് ഇപ്പോൾ സദാചാര പ്രസംഗം നടത്തുന്നവരുടെ കാപട്യം തുറന്നു കെട്ടാനാണ് ഈ കുറിപ്പ്. ജോളി എന്ന പേരിൽ സോഷ്യൽ മീഡിയയിൽ നിരന്തരം നിഷ്പക്ഷമായി അഭിപ്രായം പറയുന്ന ഒരാളുടെ കുറിപ്പ് കൂടി കേൾക്കേണ്ടതുണ്ട്. നിന്നെയല്ലേ അവൻ ഗർഭിണിയാക്കിയത്? അതെ.
നിനക്കല്ലേ അവൻ എന്തോ ചാറ്റൊക്കെ അയച്ചത്? അതെ. എന്നിട്ട് നിങ്ങൾക്കൊക്കെ എന്താ പരാതിയില്ലാത്തത്? നിങ്ങളൊക്കെ എന്താ കേസിന് പോകാത്തത്? ഞങ്ങൾക്ക് പരാതിയില്ല. അതെന്താ പരാതിയില്ലാത്തത്? ചോദിച്ചത് കേട്ടില്ലേ? അതെന്താ പരാതിയില്ലാത്തതെന്ന്? പരാതിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നിൻ്റെയൊക്കെ ഗർഭവും പുഴുത്തു പഴകിയ ചാറ്റും എല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ ഈ സമൂഹത്തിലേക്ക് ഛർദ്ദിക്കുന്നത്? സമൂഹം ഈ ഛർദിലിൽ കിടന്ന് കുറച്ചു ദിവസം ഉരുണ്ടോട്ടെ എന്ന് കരുതിയോ ഒന്ന്? നൂറുകണക്കിന് പ്രശ്നങ്ങളിലൂടെ രാപ്പകലില്ലാതെ തല ചൂടായി ഓടുന്ന കുറെ പാവപ്പെട്ട മനുഷ്യരാണ് കേരളീയരായ ഞങ്ങൾ. നിന്റെയൊക്കെ ചീഞ്ഞു നാറിയ ചാറ്റും ഗർഭവും ഇഴകീറി പരിശോധിക്കാൻ ഞങ്ങൾക്ക് തീരെ സമയമില്ല. എടോ ചെറുക്ക, ഈ പരാതി ഉന്നയിച്ചവർക്കെതിരെ നിനക്കെന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നാളെ തന്നെ പോലീസിനെയോ കോടതിയോ സമീപിച്ചോണം. ഇല്ലെങ്കിൽ അവർ പറയുന്നത് നേരാണെന്ന് സമൂഹത്തിന് വിശ്വസിക്കേണ്ടി വരും. അങ്ങനെയെങ്കിൽ എല്ലാ പരിപാടിയും അവസാനിപ്പിച്ച് വീട്ടിലിരുന്നോണം. മാപ്രേ, ഇങ്ങോട്ട് വന്നേ നിന്നോടൊന്ന് ചോദിക്കട്ടെ. നീ 24 മണിക്കൂറും ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ടും ഓഡിയോ ക്ലിപ്പുകളും എല്ലാം ഫോറൻസിക്കിൽ കൊടുത്ത് ഒറിജിനൽ ആണോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണോടാ നാറി ഇതൊക്കെ ഇങ്ങനെ കാറി കൂകിക്കൊണ്ടിരിക്കുന്നത്? സ്വന്തം അമ്മയൊന്ന് ഛർദ്ദിച്ചാലും നീ അത് വാർത്തയാക്കും അല്ലേ? പാവപ്പെട്ട മനുഷ്യർ ഒരു ദിവസം ജീവിച്ചു പോകാൻ കിടന്ന് കൈയും കാലും ഇട്ടടിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് കോണാൻ പറ്റിയ ഡാഷ് കഥ. ഒരു നാട്. വളരെ രോഷാകുലമായൊരു കുറിപ്പാണിത്. ഈ ജോളി പറയുന്നതും വാസ്തവമല്ലേ? നമ്മൾ മലയാളികൾ ഈ ചാറ്റിൻ്റെയും ശബ്ദരേഖയുടെയും ഒക്കെ പിന്നാലെ ഇങ്ങനെ ആറാടി പോകുമ്പോൾ വാസ്തവം എന്താണ് എന്ന് നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ? നമ്മൾ ഒരാളുടെ വീഴ്ച ആസ്വദിക്കുന്നു, അവനെ കുഴിച്ചു മൂടാൻ നമ്മൾ വെപ്രാളപ്പെടുന്നു. എന്നാൽ ഇതിനൊക്കെ ആധികാരികത എവിടെയാണ്? ആരാണ് പരാതിക്കാർ? ആരാണ് കേസ് കൊടുത്തിരിക്കുന്നത്? ആരുടെ ഗർഭമാണ് അലസിയത്? ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്നുമില്ലാതെയാണോ നമ്മൾ ഒരാളെ വിചാരണ ചെയ്യുന്നത്? ഒന്നുമില്ലാതെയാണോ അയാൾ രാജിവെക്കണമെന്ന് അയാളുടെ നേതാക്കളും സഹപ്രവർത്തകരും അലമുറിയിടുന്നത്? സമൂഹം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് ഇതും.